ഇന്ന് നാം സംസാരിക്കുന്നത് ഒരു ഫയർ അലാം സിസ്റ്റം, പിന്നെ എത്ര തരത്തിലുള്ള ഫയർ അലാം സിസ്റ്റങ്ങളുണ്ട് എന്നതിനെ പറ്റിയാണ്. എന്താണ് ഫയർ അലാം സിസ്റ്റം? ഫസ്റ്റ് ഫയർ അലാം സിസ്റ്റം എന്താണെന്ന് പറയാം. ഫയർ അലാം സിസ്റ്റം ഒരു ഇലക്ട്രോണിക് സുരക്ഷാ സംവിധാനമാണ്. ഇതിൻ്റെ പ്രധാന ജോലി തീപിടുത്തമായതിനെ കണ്ടെത്തുക, ശബ്ദവും ലൈറ്റും ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകുക. ശബ്ദം മീൻസ് അലാമ ആണ് ശബ്ദം ഉദ്ദേശിക്കുന്നത്. സ്ട്രോബ് എന്നുള്ള ലൈറ്റ് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ റൂമിലോട്ട് സിഗ്നൽ അയക്കുക. പിന്നെ സുരക്ഷാ സിസ്റ്റങ്ങൾ മീൻസ് ലിഫ്റ്റ്, കുറേ ഇൻ്റർഫേസുകളുണ്ട്. അതെല്ലാം ഓണാക്കുക അല്ലെങ്കിൽ ഓഫാക്കുക. അതെല്ലാം ഇത് ഫയർ അലാം സിസ്റ്റത്തോട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും. അത്തരം സുരക്ഷാ സംവിധാനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് പ്രവർത്തിപ്പിക്കുക. ഇത്തരമാണ് ഫയർ അലാം സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഫയർ അലാം സിസ്റ്റം 3 വിധത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് കൺവെൻഷനലി, രണ്ടാമത്തത് അഡ്രസ്സബിൾ ഫയർ അലാം സിസ്റ്റം, മൂന്നാമത്തത് വയർലെസ് ഫയർ അലാം സിസ്റ്റം. വയർലെസ് ഫയർ അലാം ബിക്കോസ് ഈ ഓരോ ഫയർ അലാം സിസ്റ്റത്തിനും പല രീതിയിലുള്ള വയറിങ്ങും കുറേ ക്രൈറ്റീരിയകളുണ്ട്. അത്തരം കാര്യങ്ങൾ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതാണ്. വയർലെസ് ഫയർ അലാം സിസ്റ്റം ചില ഏരിയകളിൽ വയറുകൾ ഉപയോഗിക്കാൻ പറ്റില്ല. അത്ര ഏരിയകളിലാണ് അതിന് പ്രോട്ടോക്കോൾ ഉണ്ട്. അത്തരം കാര്യങ്ങൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു കോമൺ അറിവിലേക്കാണ് ഇതിനെ തരംതിരിച്ചത് പറയുന്നതെന്നുള്ളൂ. ഇതിനകത്ത് ഏത് ടൈപ്പാണ് ഫയർ അലാം സിസ്റ്റം ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കെട്ടിടത്തിൻ്റെ വലിപ്പം അല്ലെങ്കിൽ അപകട സാധ്യത, ഏത് ടൈപ്പ് ഏരിയയാണ്, അതുപോലെ തന്നെ ബഡ്ജറ്റ്, പിന്നെ ഉള്ളത് നിയമം മീൻസ് പല സ്റ്റാൻഡേർഡ് ഇതുണ്ട്. ഇപ്പം ഡിഫൻസ് സ്റ്റാൻഡേർഡ് ഉണ്ടാവും, NFP ഉണ്ടാവും. അത് ഏത് ഇതാണെന്ന് തീരുമാനിച്ചിട്ട് ആണ് ഫയർ അലാം സിസ്റ്റംസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇതാണ് വെക്കണേന്ന്. ഇതൊക്കെയാണ് നോർമലി ഫയർ അലാം സിസ്റ്റത്തിനെ പറ്റി അടിസ്ഥാനമായിട്ട് പറയാനുള്ളത്. ഇനി ഏതെല്ലാം ടൈപ്പ് ഫയർ അലാം സിസ്റ്റം എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തത് നമുക്ക് കൺവെൻഷണൽ ഫയർ അലാം സിസ്റ്റം എന്താണെന്ന് നോക്കാം. കൺവെൻഷണൽ സിസ്റ്റം അതിൽ സോണുകളായിട്ടാണ് ഓരോ ഏരിയയും പാനലിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സോൺ 1, സോൺ 2 എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓഫീസ് ഏരിയ, അല്ലെങ്കിൽ ഒരു ഗോഡൗൺ ഏരിയ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ റിപ്പയറിങ് ഏരിയ, അങ്ങനെ ഓരോ ഏരിയകളായിട്ട് തിരിച്ചിട്ട് ആ ഏരിയനെ ഒരു സോണുകളാക്കി മാറ്റിയാണ് ഫയർ അലാം സിസ്റ്റത്തിൽ കൊടുക്കുന്നത്. ഇതിൽ ഈ സോണുകളിൽ എവിടെയും ഫയർ വന്നു കഴിഞ്ഞാൽ ആ സോണ് മാത്രമേ കാണിക്കുകയുള്ളൂ, പെർട്ടിക്കുലർ ലൊക്കേഷനൊന്നും കാണിക്കില്ല. അത് എൻ്റെ അതിനകത്ത് നോർമലി ഉപയോഗിക്കണ ഈ കൺവെൻഷണൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കണ കൺവെൻഷണൽ ഫയർ അലാം സിസ്റ്റത്തിൽ സാധാരണ ഉപയോഗിക്കുന്നത് സ്മോക്ക് ഡിറ്റക്ടർ, ഹീറ്റ് ഡിറ്റക്ടർ, മാനുവൽ കോൾ പോയിൻ്റ്, ഹൂട്ടർ, സൗണ്ടർ, പിന്നെ എൻഡ് ഓഫ് ലൈൻ റെസിസ്റ്റർ. ഈ എൻഡ് ഓഫ് ലൈൻ റെസിസ്റ്ററിനെ പറ്റി ഞാൻ പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. എന്തുകൊണ്ടാണ് എൻഡ് ഓഫ് ലൈൻ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്, അത് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളായി സംസാരിക്കേണ്ടതുണ്ട്. നോർമലി നമ്മൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിൽ എന്തെല്ലാം വേണമെന്നുള്ള. പിന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലളിതമാണ്, അത് അധികം കോംപ്ലിക്കേറ്റഡ് അല്ല, പിന്നെ അധികം എക്സ്പെൻസീവ് അല്ല, ചിലവ് കുറവാണ്. പിന്നെ ഇൻസ്റ്റാൾ ചെയ്യാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചെറിയ കെട്ടിടങ്ങൾ, ഗോഡൗൺ അങ്ങനെയുള്ള ഏരിയകൾക്ക് പറ്റിയ സിസ്റ്റമാണ് ഈ കൺവെൻഷണൽ സിസ്റ്റം. അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ ഈ തീപിടുത്തത്തിൻ്റെ കൃത്യമായ സ്ഥലമൊന്നും അറിയാൻ പറ്റില്ല. പിന്നെ കേബിളിങ് കുറച്ച് ആവശ്യമായിട്ട് വരും. പിന്നെ വലിയ ഏരിയയിൽ ഫാൾട്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു സോണിൽ മീൻസ് പാനൽ മാനുഫാക്ചർ പറഞ്ഞിട്ടുണ്ടാവും ഇത്ര ഡിവൈസ്, നോർമലി 12, 13 അത്രയൊക്കെയാണ് കോമൺലി ഇടാറുള്ളത്. അപ്പോൾ ഈ 13 ഡിവൈസും പല പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും. ഇവൻ 1 സോണിൽ തന്നെയാണെങ്കിൽ കൂടി പല ഏരിയയിലായിരിക്കുള്ളൂ. അപ്പോൾ ഏത് ഡിവൈസാണ് കംപ്ലൈൻ്റ് ആയെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്ന ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഓഫീസുകൾ, ഷോപ്പുകൾ, സ്കൂളുകൾ, വീടുകൾ മീൻസ് NFP മീൻസ് സ്റ്റാൻഡ്. ഓരോ ഏരിയയിൽ ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇത്ര ഫ്ലോറിന് മുകളിലുള്ള വീടുകൾക്ക് ഇത് വെക്കണമെന്ന് നിർബന്ധമുണ്ട്. അതനുസരിച്ചിട്ടാണ് വീടുകളിൽ വെക്കേണ്ട ആവശ്യമുള്ളത്. എല്ലാ വീടുകളിലും വെക്കണമെന്ന് നിർബന്ധമില്ല. അഡ്രസ്സബിൾ ഫയർ അലാം സിസ്റ്റം
അഡ്രസ്സബിൾ ഫയർ അലാം സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉപകരണത്തിനും യൂണീക്ക് അഡ്രസ്സ് ഉണ്ടാവും. പാനലിൽ കൃത്യമായ ഉപകരണത്തിന് സ്ഥാനം കാണിക്കും. ഇപ്പോൾ എവിടെയാണ് ഫയർ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാക്റ്റ് പോയിന്റ്, മീൻസ് ഈവൻ റൂമിനെ ഏതോ നമ്മൾ അഡ്രസ്സ് ചെയ്തിരിക്കുന്ന ആ റൂം, എക്സാക്റ്റ് ആ റൂം വരെയും കാണിക്കും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്മോക്ക് ഡിറ്റക്ടർ, അത് ലൂപ്പ് തിരിച്ചാണ് പറയണത്. ലൂപ്പ് 1 അഡ്രസ്സ് 23 എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രസ്സ് 23 ഏതാണെന്ന് പാനലിൽ എഴുതി കാണിക്കും. ഇലക്ട്രിക്കൽ റൂം 5 അല്ലെങ്കിൽ മീൻസ് HVAC പാനൽ റൂം, അങ്ങനെ ഏത് അഡ്രസ്സാണ് കൊടുത്തേക്കുന്നത് അത് എഴുതി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇതിൽ പ്രധാന ഘടകങ്ങളായിട്ട് വരുന്നത് മെയിൻ അഡ്രസ്സബിൾ ഫയർ അലാം പാനലാണ്, പിന്നെ അഡ്രസ്സബിൾ സ്മോക്ക് ആൻഡ് ഹീറ്റ് ഡിറ്റക്ടേഴ്സ്, അഡ്രസ്സബിൾ MCB, പിന്നെ മോണിറ്റർ മോഡ്യൂള്, കൺട്രോൾ മോഡ്യൂള്, പിന്നെ റിലേ മോഡ്യൂള്, പിന്നെ അനലോഗ് മോഡ്യൂള്, മിനി മോഡ്യൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ കമ്പനിയുടെ ഇതനുസരിച്ചിട്ട്. എങ്ങനെ നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്കത് ഏത് മോഡ്യൂളുകളൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഐസൊലേറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ലൂപ്പ് ഐസൊലേറ്ററിൻ്റെ എന്താണ് ഐസൊലേറ്ററിൻ്റെ ഉപയോഗം അത്തരം കാലം നമുക്ക് പറയുന്നുണ്ട്. പിന്നെ അഡ്രസ്സബിൾ സൗണ്ടേഴ്സ്, ഇത്തരം കാര്യങ്ങളാണ്. ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ ഇതിനും യൂണിക്ക് അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സ്ഥാനം അറിയാൻ പറ്റും. പിന്നെ ഈസി ടു ട്രബിൾ ഷൂട്ടിങ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കേബിളിങ്ങിന് അധികം ഇത് വന്നില്ല, കേബിളിങ് ഈസിയാണ് കേബിളിങ്. പിന്നെ അഡ്വാൻസ് കൺട്രോൾ ആൻഡ് ലോജിക്, അത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ദോഷങ്ങൾ, ചിലവ് കൂടുതലാണ് ഇതിന്. പിന്നെ പ്രോഗ്രാം ചെയ്യണതുകൊണ്ട് അതിനെപ്പറ്റി കുറേ നോളജ് വേണം. പിന്നെ എന്താണ് അതിൻ്റെ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, ഇത് ഉപയോഗിക്കുന്ന ഹോസ്പിറ്റൽസ്, വിമാനത്താവളങ്ങൾ, റിഫൈനറീസ്, ഡാറ്റാ സെൻറ്റേഴ്സ്, പിന്നെ ഹൈ റൈസ് ബിൽഡേഴ്സ്, അത്തരത്തിലുള്ള ഒരു ഏരിയകളിലാണ് ഈ അഡ്രസ്സബിൾ പാനലുകൾ ഉപയോഗിക്കുന്നത് നോർമലി. അടുത്തത് വയർലെസ് ഫയർ അലാം സിസ്റ്റം. വയർലെസ് ഫയർ അലാം സിസ്റ്റം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു വയർ ഉപയോഗിക്കുന്നില്ല, റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിച്ചാണ് കൺട്രോൾ പാനലും ഡിവൈസും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഒരു കൺട്രോൾ പാനൽ ഉണ്ടാവും, പിന്നെ വയർലെസ് ഗേറ്റ് വേ ഡിവൈസും ഉണ്ടാവും. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേബിൾ വേണ്ട, പിന്നെ വേഗത്തിലുള്ള ഇൻഫർമേഷൻ. പഴയ കെട്ടിടങ്ങളിലാണിത് നോർമലി ഇത് ചെയ്യുന്നത്. പഴയ കെട്ടിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂസിയങ്ങൾ, പൗരാണിക കെട്ടിട സമുച്ചയങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട സംശയങ്ങൾ, അവിടെയൊന്നും കേബിള് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള വയർലെസ് സിസ്റ്റംസാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കേബിൾ വേണ്ട, അതാണ് മെയിനിലുള്ള ഗുണം. പിന്നെ ഇതിൻ്റെ ദോഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററിയിലാണ് എല്ലാ ഡിവൈസും കണക്റ്റ് ആയിരിക്കുന്നത്. ബാറ്ററി ഡ്രെയിൻ ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. പിന്നെ റേഞ്ചിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ട്. വയർലെസ് ആയതുകൊണ്ട് തന്നെ പല ഇൻ്റർഫേസുകൾ ഇലക്ട്രിക്കൽ ഇൻ്റർഫേസൊക്കെ കൊണ്ട് സിഗ്നലിന് എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതൊക്കെയാണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൈതൃക ബിൽഡിങ്ങുകൾ, പിന്നെ എന്തെങ്കിലും നമുക്ക് ചെറിയ പൊളിച്ചു മാറ്റേണ്ട ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി താൽക്കാലിക ബിൽഡിങ് പണിയുമല്ല, ഓഫീസും മറ്റും ഇതായിട്ട് അത്രയുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് ആണ് ഏറ്റവും നല്ല. അല്ലെങ്കിൽ കേബിളുകളൊക്കെ വീണ്ടും ഊരി രണ്ടാമത് അത് ഭയങ്കര ലോസ് വരും. പിന്നെ ഇതുപോലത്തെ റിനോവേഷൻ പ്രൊജക്റ്റുകളിലൊക്കെയാണ് നമ്മൾ നോർമലി ഇത് ഉപയോഗിക്കണം. കൂടുതൽ ഉപയോഗിക്കുന്നത് അഡ്രസ്സബിളും കൺവെൻഷണലും തന്നെയാണ്. ഇത് ഓപ്ഷണലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇത് മൂന്നുമാണ് സാധാരണ ഫയർ അലാം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന 3 രീതികൾ. ഇതിനെപ്പറ്റി കൂടുതൽ അടുത്ത വീഡിയോകളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇതിൽ ടെക്നീഷ്യൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്
ഡ്രോയിങ് അനുസരിച്ച് തന്നെ ചെയ്യുക. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ എല്ലാത്തിനും ഡിവൈസിനൊക്കെ ലേബലിങ് കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എൻഡ് ഓഫ് ലൈൻ പ്രോപ്പറായിട്ട് ഇടുക. എൻഡ് ഓഫ് ലൈൻ കൺവെൻഷനലി ഈവൻ അഡ്രസ്സബിളിലും എൻഡ് ഓഫ് ലൈൻ വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെയാണ് എൻഡ് ഓഫ് ലൈൻ എവിടെ വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയായാലും കൺവെൻഷണൽ സിസ്റ്റം എവിടെ ഉപയോഗിച്ചാലും അതിന് എൻഡ് ഓഫ് ലൈൻ ഇടണം. എന്ന് വെച്ചാൽ കറണ്ട് ഫ്ലോ മെഷർ ചെയ്തിട്ടാണ് പാനൽ ലൂപ്പ് ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ എന്ന് അറിയണത്. അത് ആ കറണ്ട് ഫ്ലോ കറണ്ട് ലിമിറ്റ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മൾ എൻഡ് ഓഫ് ലൈൻ ഇടണം. അത് മുൻപ് പാനലിന് മുന്നിലിട്ട് കഴിഞ്ഞാൽ അതിലൂടെ ആവും കറണ്ട് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ഡിവൈസുകളെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ടെക്നിക്കലി എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് അറിഞ്ഞിട്ട് വേണം ഈ എൻഡ് ഓഫ് ലൈൻ. എന്തിനാണ് എൻഡ് ഓഫ് ലൈൻ വെറുതെ എൻഡിൽ കൊണ്ട് ഇടുന്നതല്ല, അതിലെ കൂടെ കറണ്ട് ഫ്ലോ മെഷർ ചെയ്തിട്ടാണ് പാനൽ ഈ ലൂപ്പ് ഇതിൻ്റെ ഓപ്പൺ ആണോ ക്ലോസ് ആണെന്ന് അറിയാം. അപ്പോൾ എൻഡ് ഓഫ് ലൈൻ എൻഡിൽ തന്നെ ഇടുവാൻ നോക്കുക. നമ്മളിനി പറയാൻ പോകുന്നത് ഫയർ അലാം സിസ്റ്റത്തിൻ്റെ ഇൻ്റർഫേസുകളും ഡിവൈസുകളാണ്. ഇപ്പോൾ ഈ ഫയർ അലാം സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിലായി കഴിഞ്ഞാൽ തീ കണ്ടെത്താൻ കഴിയില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ സിസ്റ്റം ഫാൾട്ട് കാണിക്കും. അപ്പോൾ ഈ സെൻസേഴ്സിനെ പറ്റി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫയർ അലാം കൺട്രോൾ പാനലാണ് ഇതിൻ്റെ തലച്ചോറ് എന്ന് പറയുന്നത്. അത് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡിറ്റക്ടറിൽ നിന്നുള്ള സിഗ്നൽ സ്വീകരിച്ചിട്ട് ഫയർ അല്ലെങ്കിൽ ഫാൾട്ട് ഇത് കാണിക്കും. പിന്നെ സൂപ്പർവൈസറി സിഗ്നലുകൾ സ്വീകരിച്ചിട്ട് എന്താണെന്ന് വെച്ച് അതിൻ്റെ ആക്ഷൻ എടുക്കുന്നതാണ്. സൂപ്പർവൈസറി സിഗ്നൽ മീൻസ് പല സൂപ്പർവൈസറി സിഗ്നൽസ് ഉണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഡാംബറിൽ നിന്ന് ഫ്ലോ സ്വിച്ചിൽ നിന്നൊക്കെ, അതൊക്കെ നമ്മൾ ഫ്യൂച്ചറിൽ അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. അത് സാധാരണ പറഞ്ഞ പോലെ കൺവെൻഷനിലും അഡ്രസ്സബിളിലും ഇത് തന്നെയാണ് നടക്കുന്നത്. ഡിവൈസ് ഡിക്റ്റേറ്ററിൽ നിന്ന് ഇൻഫർമേഷൻ സ്വീകരിച്ചിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുക, ഡിപ്പെൻഡിങ് ഓൺ എന്ത് ടൈപ്പാണ് ഇൻഫർമേഷൻ കിട്ടിയത് അനുസരിച്ചിട്ട്. ഇതിനകത്ത് നമ്മൾ പറയേണ്ടത് 2 തരം ഡിക്റ്റേറ്റേഴ്സാണ് നോർമലി ഉള്ളത്, സ്മോക്ക് ആൻഡ് ഹീറ്റ്. സ്മോക്ക് തന്നെ 2 എണ്ണമുണ്ട്. ഒന്ന് അയണൈസേഷൻ ആൻഡ് ഒപ്റ്റിക്കൽ. അയണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേമ്പറിനുള്ളിൽ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഇരിക്കുന്നു, അതിൽ നിന്ന് റേഡിയോ വേവ്സ് വന്നുകൊണ്ടിരിക്കും. അതുമൂലം ഒരു ചുറ്റുമുള്ള എയറിലെ കമ്പണൻസിനെ അയണൈസ് ചെയ്യും. അതിൻ്റെ തൊട്ടടുത്ത് 2 ഇലക്ട്രോണുകൾ വെച്ചിട്ടുണ്ട്. ആ ഇലക്ട്രോണിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവും. സ്മോക്ക് ഈ ചേമ്പറിൽ കയറി കഴിയുമ്പോഴേക്കും ഈ കറണ്ട് ഫ്ലോ കുറയും. അത് ഒരു സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് പാനലിലോട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഒപ്റ്റിക്കൽ സ്മോക്ക് ഡിറ്റക്ടറിൽ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ റിസീവർ ഉണ്ട്. ട്രാൻസ്മിറ്റർ ഒരു ഇൻഫ്രാറെഡ് LED ആയിരിക്കും, റിസീവർ ഒരു ഫോട്ടോ ഡയോഡ് ആയിരിക്കുള്ളൂ. ഈ LED നിന്നുള്ള ER സിഗ്നൽ ഫോട്ടോ ഡയോഡിൽ ഓൾവേസ് എത്തിക്കൊണ്ടിരിക്കും. സ്മോക്ക് വരുമ്പോഴേക്കും ഇത് ഇൻ്റർഫേസ് ആകും, മീൻസ് ഇതിന് തടസ്സപ്പെടുന്ന വഴി ഒരു സിഗ്നൽ ഉണ്ടാവുകയും അതാണ് പാനലിലോട്ട് കൊടുക്കുകയും ചെയ്യുന്നത്. ഇതാണ് 2 ടൈപ്പ് സ്മോക്ക് ഡിറ്റക്ടേഴ്സ്. പിന്നെ അടുത്തത് ഹീറ്റ് ഡിറ്റക്ടറാണ്. ഹീറ്റ് ഡിറ്റക്ടർ നമുക്ക് 2 ടൈപ്പാണ് ഹീറ്റ് ഡിറ്റക്ടർ. ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഡിറ്റക്ടറും ഉണ്ട്, റേറ്റ് ഓഫ് റൈസും ഉണ്ട്. ഇപ്പോൾ അത് ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഡിറ്റക്ടർ ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് അത് ആക്റ്റീവായിട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഒരു ടെമ്പറേച്ചർ പെട്ടെന്ന് റൈസ് ചെയ്യുമ്പോഴേക്കും അത് സിഗ്നലിൽ പാനലിലോട്ട് സിഗ്നൽ കൊടുക്കുന്ന വിധത്തിലാണ് ROR വർക്ക് ചെയ്യുന്നത്. പിന്നെ ഈ ഇത് ഉപയോഗിക്കുന്നത് ഈ ഹീറ്റ് ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുന്നത് കിച്ചൺ, ജനറേറ്ററും ബോയിലർ ഏരിയ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഓഫീസ് അതുപോലുള്ള ഏരിയകളിൽ, കോറിഡോർ, ആ ഏരിയകളിലൊക്കെയാണ് സ്മോക്ക് ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തത് MCP, മാനുവൽ കോൾ പോയിൻ്റ്. ഇത് മാനുവലി നമുക്ക് ഫയർ സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് MCP എന്ന് പറയുന്നത്. ഇത് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് എക്സിറ്റ് ഡോറിൻ്റെ അടുത്തൊക്കെയാണ് ഇത് വെക്കാറുള്ളത്. ഇതൊരു ഗ്ലാസ്സാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമുക്ക് ബ്രേക്ക് ചെയ്യുന്നതോടെ ഒരു സ്വിച്ച് എനേബിൾ ആവുകയും അത് സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മൈക്രോ സ്വിച്ചാണ് അതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടേഴ്സ് ആൻഡ് ഹൂട്ടേഴ്സാണ്. അത് വിഷ്വലി അല്ലെങ്കിൽ ഓഡിയബിൾ സിഗ്നൽ ഉണ്ടാക്കാൻ വേണ്ടി അലാമും ലൈറ്റും, മീൻസ് സ്ട്രോബ് ലൈറ്റ്,
ഉണ്ടാക്കാനായിട്ട്, മീൻസ് അലാം ആക്റ്റീവായി എന്ന് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സംഭവം ഡിവൈസുകളാണ് ഈ സൗണ്ടേഴ്സ് ആൻഡ് ഹൂട്ടേഴ്സ്. ഇതൊക്കെയാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ഫയർ അലാം സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ. പിന്നെ ഇൻ്റർഫേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻ്റർഫേസുകൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹൈഡ്രൻ്റ് സിസ്റ്റത്തിൽ, ഈവൻ ഫയർ ഫൈറ്റിംഗ് സിസ്റ്റത്തും ഇല്ലാണ് കൂടുതലും ഈ മോണിറ്റർ മോഡ്യൂളുകൾ ഉപയോഗിക്കുന്നത്. മോണിറ്റർ മോഡ്യൂളുകൾ ഉണ്ട്, കൺട്രോൾ മോഡ്യൂളുണ്ട്, റിലേ മോഡ്യൂളുണ്ട്, ഐസൊലേറ്റർ ഉണ്ട്, അനലോഗ് മോഡ്യൂളുണ്ട്. അത് ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം. മോണിറ്റർ മോഡ്യൂൾ ഇപ്പോൾ ഒരു ഗേറ്റ് വാൽവ് ആയിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കും. ഈവൻ ഗേറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. അത് എന്തെങ്കിലും കാരണവശാൽ ക്ലോസ്ഡ് ആക്കി വെക്കുകയാണെങ്കിൽ ഈ പാനലിന് സൂപ്പർവൈസറി കമാൻഡ് കൊടുക്കും, ഇങ്ങനെ ഒരു സാധനം ക്ലോസ് ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആക്ഷൻ നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കൺട്രോൾ മോഡ്യൂളുണ്ട്. കൺട്രോൾ മോഡ്യൂള് ഇപ്പോൾ ഫയർ ആയിക്കഴിഞ്ഞാൽ ഫയർ പമ്പ് സ്റ്റാർട്ടാക്കുക, ഡോറ് റിലീസ്, മറ്റു പല പല ഡിവൈസുകളെ ബാറ്ററി റൂം എനേബിൾ ആക്കുക, അങ്ങനെയുള്ള കുറേ ഫങ്ഷൻസാണ് കൺട്രോൾ മോഡ്യൂളുകൾ ഉപയോഗിക്കുന്നത്. റിലേ മോഡ്യൂൾ ട്രൈ കോണ്ടാക്റ്റ്, ജസ്റ്റ് ട്രൈ ഇത് സൂപ്പർവൈസറി ഡിവൈസ് അല്ല, ജസ്റ്റ് ഒരു ട്രൈ കോണ്ടാക്റ്റ് കൊടുക്കും. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡോർ ഓപ്പൺ, അതത്ര നെസസറി ആണെങ്കിൽ കൂടി അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ് ഈ ഡ്രൈ കോണ്ടാക്റ്റ്. ഇപ്പോൾ HVAC സിസ്റ്റം ഓണാക്കാൻ ഈ ഡ്രൈ കോണ്ടാക്റ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓട്ടോമാറ്റിക് ഡോറ് ഓപ്പൺ ആക്കാൻ ഡ്രൈ കോണ്ടാക്റ്റാണ് ഉപയോഗിക്കുന്നത്. ലിഫ്റ്റ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഡ്രൈ കോണ്ടാക്റ്റാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങളിലാണ് ഡ്രൈ കോണ്ടാക്റ്റുകൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഐസൊലേറ്റേഴ്സാണ്. ഐസൊലേറ്റേഴ്സ് കൺവെൻഷനിൽ ഉപയോഗിക്കുന്നില്ല, അഡ്രസ്സുകളിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അത് ഒരു പെർട്ടിക്കുലർ സോൺ എവിടെയെങ്കിലും ഷോർട്ട് വന്നു കഴിഞ്ഞാൽ അത്ര ഏരിയ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ഐസൊലേറ്റർ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് പറയാനുള്ളത് പവർ സപ്ലൈസ് ആണ്. പവർ സപ്ലൈ ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ പാനലിൻ്റെ കപ്പാസിറ്റി എത്ര, ഇതിൻ്റെ അനുസരിച്ചിട്ടൊക്കെയാണ് ബാറ്ററി നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ബാറ്ററിയുടെ നോർമലി 12 വോൾട്ടിൻ്റെ 2 ബാറ്ററി ആയിരിക്കും എല്ലാ പാനലിലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ സൈസിനനുസരിച്ചിട്ട് വ്യത്യാസപ്പെടുത്തുന്നതാണ്. ഒരു ക്ലാരിഫിക്കേഷൻ തരാനായിട്ടാണ് നമ്മൾ മുൻപ് ഇട്ട വീഡിയോയിൽ ഒപ്റ്റിക്കൽ ഡിറ്റക്ടറിൻ്റെ എക്സ്പ്ലനേഷൻ്റെ പിക്ചർ ഒരു സെൻസറും ട്രാൻസ്മിറ്ററും റിസീവറും തമ്മിലൊരു 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട്. IR സിഗ്നൽ ഒരിക്കലും റിസീവറിന് മീൻസ് ഫോട്ടോ ഡയോഡിന് കിട്ടില്ല, ആ ഇൻക്ലിനേഷൻ കാരണം. നോർമലി 2 ടൈപ്പ് സെൻസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ നോർമലി ഉപയോഗിക്കുന്നത്. ഈ കണ്ടീഷനിൽ സിഗ്നലൊന്നും പാനലിലോട്ട് പോകില്ല, എന്ന് വെച്ചാൽ ലൈറ്റ് ഡിക്റ്റേറ്റ് ചെയ്യണില്ല. സ്മോക്ക് ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ആയി കഴിയുമ്പോഴേക്കും ഈ ലൈറ്റ് സ്കാച്ചർ ആവും. ഈ IR സിഗ്നൽ ലൈറ്റ് സ്കാച്ചർ ആവുന്നതോടുകൂടി ഈ ലൈറ്റ് റിസീവറിൽ കിട്ടും, സ്കാച്ചർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഒരു കറണ്ട് ഫ്ലോ ജനറേറ്റ് ചെയ്ത് ഈ സ്മോക്ക് ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, അനലോഗ് മോഡ്യൂളിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അനലോഗ് മോഡ്യൂൾ ആക്ച്വലി നമുക്ക് ഈ സാധാരണ ഒരു നോർമൽ ഫയർ അലാം ടെക്നീഷ്യൻ അറിയേണ്ട ആവശ്യമില്ല. ഇത് ഫയർ ആൻഡ് ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് അനലോഗ് മോഡ്യൂൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് അനലോഗ് മോഡ്യൂളിൽ അനലോഗ് സിഗ്നലാണ് വരുന്നത്. 420 mA ആണ് ഈ അനലോഗ് മോഡ്യൂളിന് കിട്ടുന്നത്. അത് നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ ലോ ലെവൽ അലാം, ഹൈ ലെവൽ അലാം എന്ന് വെച്ച് ഏത് ടൈപ്പ്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന സെൻസർ പല ടൈപ്പ് ട്രാൻസ്മിറ്റർ നമുക്ക് അതിനകത്ത് കണക്ട് ചെയ്യാം. ഇപ്പോൾ LEL ടൈപ്പ് മീൻസ് എക്സ്പ്ലോസീവ് അലാമുണ്ട്, ടോക്സിക് അലാമുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് വ്യത്യാസമായിരിക്കും, അതനുസരിച്ചിട്ടായിരിക്കും അലാം കൊടുക്കുന്നത്. അതുപോലെ അത് പാനലിലോട്ട് അതിനനുസരിച്ച് LEL ആണെങ്കിൽ, എക്സ്പ്ലോസീവ് ആണെങ്കിൽ ആ ടൈപ്പ് അലാം കൊടുക്കും. ഇല്ല ടോക്സിക് ടൈപ്പ് ആണെങ്കിൽ ടോക്സിക്കിൻ്റെ ലിമിറ്റ് കുറച്ചായിരിക്കുള്ളൂ ടോക്സിക്കിന് വെക്കണത്. എക്സ്പ്ലോസീവ് കൂട്ടിയായിരിക്കും ഇരിക്കുന്നത്. ഡിപ്പെൻഡിങ് ഓൺ അത് ഏത് ടൈപ്പാണ് അലാം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ അത് നോർമലി ഇത് ഉപയോഗിക്കുന്നില്ല സാധാരണ ഫയർ അലാം പാനലുകളിൽ. അത് ഫയർ ആൻഡ്
ഫയർ ആൻഡ് ഗ്യാസ് ആണ് ആക്ച്വലി F5G എന്നാണ്. ഇൻ്റർലി അത് ഡിഫറെൻ്റ് ആണ്. അത് നമ്മുടെ ഫയർ അലാം പാനലല്ല അവിടെ ഉപയോഗിക്കുന്നത്, അവിടെ വേറെ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞെന്നുള്ളൂ.